ഇന്ന് ഏപ്രിൽ 29 ബ്രൊമാൻസ് തുടരും ഗെറ്റ് സെറ്റ് ബേബി സിനിമകളുടെ OTT അപ്ഡേറ്റുകളടക്കം ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ബ്രൊമാൻസ് എന്ന നല്ല അഭിപ്രായം നേടിയ ആക്ഷൻ കോമഡി മലയാളം ചിത്രം മെയ് 1 സോണി ലീവിലൂടെ OTT റിലീസാകുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. എന്നാൽ അതിനു മുന്നേ ഏപ്രിൽ 30 നാളെ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ബ്രൊമാൻസ് OTT റിലീസാകുന്നതാണ്. മിക്സ്ഡ് അഭിപ്രായം നേടിയ ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ പാരാനോർമൽ ഹൊറർ ത്രില്ലർ മലയാളം ചിത്രമാണ് വടക്കൻ. സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് മലയാളം ഭാഷയിൽ OTT റിലീസായിട്ടുണ്ട്. എബനസർ എന്നൊരു മലയാളം ഹൊറർ ചിത്രം ഷോർട്ട് സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ 2 ആഴ്ച മുന്നേ ലഭ്യമാക്കിയിട്ടുണ്ട്. ആവറേജ് അഭിപ്രായം നേടിയ ക്രൈം ഡ്രാമ തമിഴ് ചിത്രമാണ് ജെന്റിൽ വുമൺ. നേരത്തെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത ഈ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിലും കൂടെ OTT റിലീസായിട്ടുണ്ട്. ബ്ലേക്ക് ലിവ്ലി, അന്ന കെൻഡ്രിക് ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടിയ എ സിമ്പിൾ ഫേവർ എന്ന ക്രൈം കോമഡി മിസ്റ്ററി ത്രില്ലർ ഹോളിവുഡ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ എനദർ സിമ്പിൾ ഫേവർ എന്ന ചിത്രം മെയ് 1 ഉച്ചയോടെ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസാകും. ഈ വർഷം ഇറങ്ങിയ EMI എന്ന തമിഴ് ഫാമിലി ചിത്രം മെയ് 1 ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. വരുണൻ എന്നൊരു തമിഴ് ചിത്രവും മെയ് 1 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകും. നവാസുദ്ദീൻ സിദ്ദീഖ് അഭിനയിക്കുന്ന കോസ്റ്റാവോ എന്ന പുതിയ ബയോഗ്രഫിക്കൽ ക്രൈം ഡ്രാമ ഹിന്ദി ചിത്രം Z5ലൂടെ മെയ് 1 ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസാകുന്നതാണ്. അടുത്തത് 2 ഹിന്ദി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഒന്നാമത്തേത് കൂൾ എന്ന ഡ്രാമ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ എന്ന ക്രൈം ത്രില്ലർ സീരീസ് സോണി ലിവിലൂടെയും മെയ് 2 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. 28 ഡിഗ്രി സെൽഷ്യസ് എന്ന നവീൻ ചന്ദ്ര അഭിനയിക്കുന്ന റൊമാൻറ്റിക് ത്രില്ലർ തെലുങ്ക് ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്ന അമേരിക്കൻ ഹൊറർ കോമഡി ചിത്രവും മികച്ച അഭിപ്രായം നേടിയ ഡ്രോപ്പ് എന്ന അമേരിക്കൻ ത്രില്ലർ ചിത്രവും ഇന്ന് ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടി 100 കോടി കളക്ഷൻ കടന്ന അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ഹിസ്റ്റോറിക് കോർട്ട് റൂം ഡ്രാമ ഹിന്ദി ചിത്രമാണ് കേസരി ചാപ്റ്റർ 2. സിനിമ ജൂൺ 13 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അർജുൻ അശോകൻ, ഷൈജു കുറുപ്പൊക്കെ അഭിനയിച്ച റൊമാൻറ്റിക് മലയാളം ചിത്രമാണ് അഭിലാഷം. സിനിമ മനോരമ മാക്സിലൂടെ മെയ് OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം. മെയ് അവസാനത്തോടെ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് പറന്ന് പറന്ന് ചെല്ലാൻ എന്ന മലയാളം ചിത്രം മെയ് മനോരമ മാക്സ് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്ന കാര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മനോരമ മാക്സ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്ററും കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ആവറേജ് എബോ ആവറേജ് അഭിപ്രായം നേടിയ റൊമാൻസ് കോമഡി മലയാളം ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. ചിത്രത്തിന്റെ OTT അവകാശം മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പുറത്തു വരുന്ന റൂമേഴ്സ് സൂചിപ്പിക്കുന്നത് മെയ് 8 ചിത്രം OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്. അവസാനത്തെ അപ്ഡേറ്റ്, മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത 20-33 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച് 95 കോടി കളക്ഷൻ കടന്ന് 100 കോടി കളക്ഷൻ കടക്കാനിരിക്കുന്ന മലയാളം ചിത്രമാണ് തുടരും. ഈ ഫാമിലി സസ്പെൻസ് ഡ്രാമ ചിത്രം മെയ് അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയിലോ ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മെയ് 23 നിലവിൽ പുറത്തു വരുന്ന ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്.